പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പെന്തക്കോസ്തി ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള 5-ാമത്തെ ഞായറാഴ്ചയാണല്ലോ ഇന്നത്തെ വിശുദ്ധ എവൻഗേലിയൻ ഭാഗമായി നാം വായിച്ചിട്ടുള്ള ശുദ്ധിയുള്ള ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങളാണ്. അവിടെ പ്രധാനമായും പ്രതിപാദിക്കുന്നത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതായ അത്ഭുതത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെ നമുക്കത് കാണാനായിട്ട് സാധ്യമാണ്. ഈ അടുത്ത 2-3 ഞായറാഴ്ചകളിലായിട്ട് സുറിയാനി സഭയുടെ പിതാക്കന്മാർ ക്രമീകരിക്കപ്പെട്ട എവൻഗേലിയോൻ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചതുമായ ആ വലിയ അത്ഭുതത്തിൻ്റെ തുടർച്ചകളാണ് ഇങ്ങനെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക. ഈ തുടർച്ചയായി 2-3 ഞായറാഴ്ചകളിൽ തന്നെ ഇത്തരത്തിൽ ഈ എവൻഗേലിയൻ ഭാഗം വായിക്കപ്പെടണമെങ്കിൽ ആ എവൻഗേലിയൻ ഭാഗത്തിൻ്റെ പ്രാധാന്യം അത്രമാത്രം വലുതായിട്ട് പിതാക്കന്മാർ കണ്ടു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ വേദഭാഗത്തിന് ഇത്രമാത്രം പ്രാധാന്യം വരുവാനായിട്ട് ഇടയായിത്തീർന്നത്? ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ വിജനമായ ഒരു പ്രദേശത്ത് കർത്താവ് പ്രവേശിച്ച് അവിടെയുള്ള ആളുകളോട് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന ഒരു സാഹചര്യം. അവൻ അവിടെ ഉണ്ട് എന്നറിഞ്ഞ് ധാരാളം ആളുകൾ തിക്കുകയും തിരക്കുകയും അവൻ്റെ അടുക്കൽ വചനം കേൾക്കാനായിട്ട് വന്നുകൂടി. അവരോട് കർത്താവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. സന്ധ്യയായി ആഹാരത്തിന് വേണ്ടി അവരെ പറഞ്ഞയക്കണം. ഇവിടെ വിജനമായ പ്രദേശമാണ്. ഇനിയും ഇവരെ പിടിച്ചിരുത്തിയാൽ ഇവർക്ക് ആഹാരം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അവരെ ആഹാരത്തിനായി പറഞ്ഞയക്കണമെന്ന് അപ്പോസ്തലന്മാർ ക്രിസ്തുവിനോട് ആവശ്യപ്പെടുമ്പോൾ യേശുതമ്പുരാൻ അവരോട് പറയും, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിനെന്നാണ്. അവരെ പറഞ്ഞയക്കേണ്ടതായിട്ടില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. എന്നാൽ അപ്പോസ്തലന്മാർ പറയുന്നത്, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഞങ്ങളിവിടെ ആകെ പരതിയിട്ട് 5 അപ്പവും 2 മീനും അല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതായ ഒരു വാർത്തയാണ് അവർക്ക് നൽകുവാനായിട്ട് സാധ്യമായി തീരുക. ക്രിസ്തു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതാണ്. ഉള്ളത് ഇവിടെ കൊണ്ടുവരിക. അങ്ങനെ കർത്താവിൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും സമർപ്പിക്കപ്പെടുമ്പോൾ അതെടുത്ത് വാഴ്ത്തി നുറുക്കിയിട്ട് അപ്പോസ്തലന്മാരുടെ കയ്യിൽ കർത്താവ് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി ഇത് വിളമ്പുക, പന്തി പന്തിയായി അവരിരുത്തുക. അങ്ങനെ പന്തി പന്തിയായി അവരിരുത്തി അവർക്ക് അപ്പോസ്തലന്മാർ വിളമ്പി. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവരെല്ലാം തിന്ന് തൃപ്തരായ ശേഷം ശേഷിച്ച കൊട്ട 12 കൊട്ട വൻകൊട്ടകൾ നിറയെ ഈ അപ്പനുറുക്കുകൾ ശേഷിച്ചത് എടുക്കപ്പെടുകയാണ് ഉണ്ടായത്. ഈ വേദഭാഗത്തിൻ്റെ വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് യേശുതമ്പുരാൻ ഈ ലോകത്ത് ജീവിച്ച കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ആത്മീക ജീവിതത്തിലും ആത്മീക തലങ്ങളിലും മാത്രമല്ല അവൻ്റെ ഭൗതികമായ ആവശ്യങ്ങളിലും അത്രമാത്രം ക്രിസ്തു ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പം എന്ന് പറയുന്നത് ശാരീരികമായ വിശപ്പിൻ്റെ ശാരീരികമായ നിലനിൽപ്പിൻ്റെ ഒരു ഭാഗമാണ്, ജീവൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു ഭാഗമാണ്. മനുഷ്യൻ്റെ ആത്മീക ജീവന് മാത്രമല്ല അവൻ്റെ ഭൗതിക ജീവനും അവൻ്റെ ഭൗതികമായ ആവശ്യങ്ങളും ക്രിസ്തു എത്രമാത്രം വിലയേറിയതായി കണ്ടു എന്നുള്ളതാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വിജനമായ പ്രദേശത്ത് ഒരു പറ്റം ആളുകൾ വിശക്കുന്നവരായി ക്ഷീണിച്ചവരായി ഇരിക്കുന്നത് കാണുമ്പോൾ അവരെ പറഞ്ഞയക്കാനായിട്ടാണ് അപ്പോസ്തലന്മാർ പറയുന്നത്. ക്രിസ്തു അപ്പോസ്തലന്മാരോട് പറയുന്നത് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിനെന്നാണ്. ഈ വേദഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ള 1-ാമത്തെ ചിന്ത എന്ന് പറയുന്നത് അവനവൻ്റെ ഉത്തരവാദിത്വങ്ങളെ ക്രിസ്തു അപ്പോസ്തലന്മാരെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഈ 5 അപ്പത്തെ 5000 പേരെ തൃപ്തിപ്പെടുത്തി എന്നുള്ളതിനേക്കാൾ വലിയൊരു അത്ഭുതം അവിടെ നടന്നത്, വലിയൊരു പാഠം അവിടെ നടന്നത് അപ്പോസ്തലന്മാരോട് ക്രിസ്തു പഠിപ്പിച്ചൊരു പാഠമാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? എന്തിനാണ് ഞാൻ നിങ്ങളെ പറഞ്ഞയക്കുന്നത്? ലൂക്കോസിന്റെ സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങൾ നമ്മൾ പഠിക്കപ്പെടുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവന് അപ്പോസ്തലന്മാരെ പറഞ്ഞയച്ചു, തൻ്റെ ശിഷ്യഗണങ്ങളെ പറഞ്ഞയച്ചു. ഈരണ്ടായിട്ട് പറഞ്ഞയക്കുകയാണ് സുവിശേഷം പ്രസംഗിക്കാൻ, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാനും മാനസാന്തരത്തിൻ്റെ സുവിശേഷം അറിയിക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ സൗഖ്യമാക്കുവാനുമുള്ള അധികാരം കൊടുത്തുകൊണ്ട് അവരെ പറഞ്ഞയക്കുകയാണ്. അവർ പോയി അവർ ചെയ്തതായ പ്രവർത്തനങ്ങളെല്ലാം ക്രിസ്തുവിനോട് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വിജനമായ പ്രദേശത്ത് ധാരാളം ആളുകൾ അവൻ്റെ അടുക്കലേക്ക് ഓടിയെത്തുകയും ചെയ്യുന്നത്. അപ്പോസ്തലന്മാർ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടവരാണ്. വചനം പ്രസംഗിക്കാനും രോഗികളെ സൗഖ്യമാക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും ക്രിസ്തു അവരെ പറഞ്ഞയക്കുമ്പോൾ തന്നെ അവരെ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിച്ച് പഠിപ്പിക്കപ്പെടുകയാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്?
നിങ്ങളൊരു ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ശുശ്രൂഷ എന്താണ്? അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് വിശക്കുന്നവൻ്റെ വിശപ്പ് കണ്ടിട്ട് അവനെ ആഹാരം കഴിക്കുവാനായിട്ട് എവിടെയെങ്കിലും പോയി കഴിക്കട്ടെ എന്ന് പറഞ്ഞു വിടാനല്ല, മറിച്ച് അവൻ ആഹാരം കൊടുക്കുക എന്നുള്ളത് നിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് കർത്താവ് പഠിപ്പിക്കപ്പെടുകയും ഈ 2024 കാലഘട്ടത്തിൽ സുറിയാനിസഭയുടെ മക്കളോട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന മനോഹരമായൊരു സന്ദേശം അതാണ്. നമുക്ക് ഈ ലോകത്ത് മനോഹരമായൊരു ഉത്തരവാദിത്വമുണ്ട്. ദൈവം നമ്മെ ഭരമേൽപ്പിച്ചതായ മഹത്വകരമായ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയാണ് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കപ്പെടുക എന്നുള്ളത്, വിശക്കുന്നവൻ ആഹാരമായി തീരുക എന്നുള്ളത്, സമൂഹത്തിൻ്റെ വേദനകളിൽ അവനോടൊപ്പം ആയിത്തീരുക എന്നുള്ളത്. ക്രിസ്തുവിൻ്റെ മാർഗമല്ലേ ഞാൻ നിങ്ങളും സ്വീകരിക്കപ്പെടേണ്ടത്? ക്രിസ്തു സിനഗോഗുകളിലിരുന്ന് പ്രസംഗിക്കപ്പെട്ടവനല്ല. അവൻ ദേവാലയങ്ങൾ തോറും നടന്ന് പ്രസംഗിച്ച് ദേവാലയത്തിലിരിക്കാൻ ആഗ്രഹിച്ചവനല്ല. ക്രിസ്തുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളെ തേടി അവരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്നവനായ കർത്താവ് കുഷ്ഠരോഗിയുടെ അടുക്കൽ ചെന്ന് അവൻ്റെ ജീവിതത്തിൻ്റെ വേദനകളെ പരിഹരിക്കാൻ, അവൻ്റെ കുഷ്ഠം മാറ്റാനായിട്ട് അവൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവനായ കർത്താവ്. ചില സന്ദർഭങ്ങളിൽ കർത്താവ് ചോദിക്കുന്നുണ്ട്, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ എന്നാണ്. കർത്താവെ എന്നെ സൗഖ്യമാക്കണമെന്ന് ആവശ്യപ്പെടുകയില്ല, പക്ഷേ അവൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് അവനോട് സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കാൻ ക്രിസ്തു അവൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ദേവാലയത്തിൽ വന്ന് കൂനിയായ സ്ത്രീയുടെ കൂന് കണ്ട് വേദനയോടുകൂടെ ക്രിസ്തു അവളുടെ ജീവിതത്തിലൊരു സൗഖ്യം കൊടുക്കുന്നത് അവൾ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ക്രിസ്തു, അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് ഇടപെടുന്ന ക്രിസ്തു, ആ ക്രിസ്തുവിൻ്റെ മക്കളായി ക്രിസ്തു സുവിശേഷത്തിൻ്റെ മാറ്റുലിയായി തീരേണ്ട സുറിയാനി സഭയുടെ മക്കൾ ഇന്ന് നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവരാണോ എന്ന് നമ്മൾ പരിശോധിക്കപ്പെടണം. നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ എന്താണ്? ലോകത്തിന് നന്മയ്ക്കായി പ്രവർത്തിക്കപ്പെടുക, ആരാധനാലയങ്ങൾ പണിതുയർത്തി, മണിമന്ദിരങ്ങൾ പണിതുയർത്തി, കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടാക്കി ഈ ലോകത്തിൻ്റെ നടുവിൽ സമ്പത്തും സമൃദ്ധിയും ഉണ്ടാക്കാനല്ല ക്രിസ്തീയ ദൗത്യം എന്ന് പറയുന്നത്. പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് ഇറങ്ങാൻ, ഇടവകയിൽ വേദനിക്കുന്നവൻ്റെ വേദനകളെ കണ്ടെത്താൻ, ഇടവകയിലൊരു കുടുംബം വേദനയിലാണെങ്കിൽ, മരുന്നിന് കാശില്ലാത്തവനാണെങ്കിൽ, ചികിത്സിക്കാൻ ഗതിയില്ലാത്തവനാണെങ്കിൽ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം കഴിക്കാൻ ഒരു ഇടവകയിലെ കുഞ്ഞിന് കഴിയുന്നില്ലെങ്കിൽ, ആ ഇടവകയിലൊരു കുട്ടി അല്ലെങ്കിൽ ഒരു ഭവനം ഒരു ദിവസം പട്ടിണിയിൽ കിടക്കുന്നെങ്കിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ വീടുകളിൽ സമൃദ്ധി ഉണ്ടായിട്ട്, നമ്മുടെ ദേവാലയങ്ങൾ കെട്ടിപ്പൊക്കിയിട്ട് നമുക്കെന്ത് നേട്ടമാണ് ഉണ്ടാകുക? എവിടെയാണ് ക്രിസ്തീയ ധർമ്മം എന്ന് പരിശോധിക്കപ്പെടണം. അവരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ വചനം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ദൗത്യം അതാണ്, നമ്മുടെ ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കുക. അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴാണ് അപ്പോസ്തലന്മാർ പറയുന്നത്, ഞങ്ങളുടെ ഇടയിൽ ആകെ 5 അപ്പം 2 മീനുള്ളൂ. വളരെ പരിമിതമാണ് ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. പരിമിതമായത് ഞങ്ങളുടെ കയ്യിലുള്ളൂ. കർത്താവ് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് തരിക എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പറയുമ്പോൾ ഞാനും നിങ്ങളും പറയുന്ന ഒഴിവുകഴിവ് എന്ന് പറയുന്നത്, എനിക്കതിന് മാത്രം സാമ്പത്തിക ശേഷിയൊന്നുമില്ല, എനിക്കതിന് മാത്രം വിഭവശേഷിയൊന്നുമില്ല, എനിക്കതിന് മാത്രം കഴിവുകളൊന്നുമില്ല, എനിക്കതിന് മാത്രം പ്രാപ്തിയൊന്നുമില്ല. പക്ഷെ കർത്താവ് ചോദിക്കുന്നതിൻ്റെ സമൃദ്ധിയല്ല, കർത്താവ് ചോദിക്കുന്നതിൻ്റെ കഴിവിൻ്റെ പരമാവധികളല്ല, കർത്താവ് ചോദിക്കുന്നതിൻ്റെ കഴിവിൻ്റെ കുറവുകളെയാണ്, നിൻ്റെ പരിമിതികളെയാണ്, നിൻ്റെ ഇല്ലായ്മകളെയാണ്. അവൻ ആവശ്യപ്പെടുന്നത് നിൻ്റെ ഇല്ലായ്മകളെ, നിൻ്റെ കുറവുകളെ, നിൻ്റെ പരിമിതികളെ തന്നെയാണ്. എൻ്റെ പരിമിതികളെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാൻ തയ്യാറെങ്കിൽ, എൻ്റെ ബലഹീനതകളെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ തയ്യാറെങ്കിൽ, അവനൊന്ന് വാഴ്ത്തിയാൽ എൻ്റെ കുറവും തീരും, എൻ്റെ ബലഹീനതകളും തീരും, എൻ്റെ കഴിവും പരമാവധിയിലല്ല അതിനപ്പുറത്തേക്ക് വളരും. അതിനപ്പുറത്ത് അത് മുഖാന്തിരമായി ഒരുപറ്റം ആളുകളുടെ ജീവിതത്തിൽ ആശ്രയമായി തീരാൻ എനിക്ക് സാധിക്കും. ദൈവത്തിൻ്റെ മഹത്വകരമായ ശുശ്രൂഷയുടെ മുഖത്ത് നിൽക്കാൻ എനിക്ക് സാധിക്കും. ആ ഉത്തരവാദിത്വമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ഇല്ലായ്മകളും വല്ലായ്മകളും പറഞ്ഞ് അവനവൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോവുകയല്ല ചെയ്യേണ്ടത്. ഇല്ലായ്മകളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെടുക, ഉള്ളതിന് ദൈവകരങ്ങളിൽ കൊടുക്കാൻ തയ്യാറാകുക. നിനക്കുള്ള കഴിവ്, നിനക്കുള്ള സമ്പത്ത്, നിൻ്റെ സമൃദ്ധിയിലല്ല, നിൻ്റെ ഇല്ലായ്മയിൽ ദൈവത്തിന് കൊടുക്കാൻ സാധിക്കുക. ദേവാലയത്തിൽ വന്ന സാധു സ്ത്രീ അവളിട്ടതായ ദ്രഹ്മപ്പണത്തിൽ ചില്ലിക്കാശുകളിൽ തൃപ്തനായിട്ട് അവളുടെ ജീവിതത്തോട് മനസ്സറിഞ്ഞ കർത്താവ്, നോട്ടിൻ്റെ വലിയ വലിയ നോട്ടുകളിട്ട ആളുകൾ അവിടെ ഉണ്ടാവാം, പക്ഷെ അവളുടെ ചില്ലിക്കാശിനാണ് കർത്താവിന് വിലമതിക്കാനിടയെത്തിരുന്നത്. എന്തുകൊണ്ടാണ് വിധവയുടെ ചില്ലിക്കാശിനെ കർത്താവ് മാനിക്കുക? ഇല്ലായ്മയിൽ നിന്നുള്ള സമർപ്പണമാണ്. ആ ഇല്ലായ്മയിൽ നിന്നുള്ള സമർപ്പണമാണ് നമുക്ക് വേണ്ടത്. ആയതിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ മഹത്വകരമായ ഞായറാഴ്ച
കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം, നീ നിന്റെ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റുവാൻ, ആ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റുവാൻ കുറവുകളെ പറഞ്ഞ് മാറി നിൽക്കുകയില്ല. നിൻ്റെ ഉള്ള കുറവിനെ, നിൻ്റെ ഉള്ള അവസ്ഥകളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെടുക. ബലഹീനമായിക്കൊള്ളട്ടെ, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുക. അവൻ വാഴ്ത്തും, അവൻ വർദ്ധിപ്പിക്കും, അവൻ അനുഗ്രഹിക്കും. നീ അനുഗ്രഹകാരണമായി തീരും. അങ്ങനെ അനുഗ്രഹകാരണമായി തീരാൻ ദൈവതമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുകയും, സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ തിരിച്ചറിയുവാൻ, മഹത്വകരമായ നിന്റെ ശുശ്രൂഷ ഞങ്ങളുടെ കുറവുകളിൽ നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുവാനും അങ്ങയുടെ കരങ്ങളാൽ വാഴ്ത്തപ്പെടുവാനും അനേകർക്ക് കർത്താവെ പ്രയോജനമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ല ദാനങ്ങൾക്കുമായി സ്തോത്രം. യേശുവിൻ തിരുനാമത്തിൽ തന്നെ ആമേൻ.